ഹലോ ഫ്രണ്ട്സ്, മുഖം മനസ്സിൻ്റെ കണ്ണാടിയാന്ന് പറഞ്ഞാൽ എത്ര സത്യമല്ല. മുഖത്തെ സന്തോഷം കണ്ടോ, നീട്ടി വലിക്കുന്നില്ല. കേരളത്തിലേക്ക് പോവുകയാണ്, ഹോളിഡേ ആണ്. അതിന് പിന്നെ വാക്കുകളില്ലല്ലോ അല്ലേ. നമ്മുടെ ഓൺ ലാൻഡ്, നമ്മുടെ സ്വീറ്റ് ഹോം എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ഹൃദയം അങ്ങോട്ട് തുടിക്കാൻ തുടങ്ങി കഴിഞ്ഞു. പിന്നെ മനസ്സിന് സന്തോഷമാണ്, നമുക്ക് വാക്കുകൾക്ക് പിശുക്കില്ലല്ലോ. പിന്നെ വേണ്ടതും വേണ്ടാത്തതുമായ വർത്തമാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. രണ്ട് സൈഡിലുള്ള പച്ചപ്പൊക്കെ ഇടയ്ക്ക് ആസ്വദിക്കാനൊന്നും മറക്കുന്നില്ല. കാരണം സൂര്യനിങ്ങനെ തിമിർത്ത് നിൽക്കുമല്ലേ, സമ്മറല്ലേ. പക്ഷേ ഇതൊക്കെ അങ്ങ് കഴിഞ്ഞു, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ട്രാഫിക്ക് തുടങ്ങുകയേ ഉള്ളൂ. കാറ്റ്വിക്കിലേക്ക് പോകണമെങ്കിൽ 4 മണിക്കൂർ ജേർണി ഉണ്ട് മോൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ മോനത് ശരിക്കറിയാം. അതുകൊണ്ട് നല്ല സൂക്ഷ്മതയോടെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ ഡിക്കിയിലൊന്നും പെട്ടിയൊന്നും തികയല്ല. എന്നിട്ട് സീറ്റയിലൊക്കെ വച്ചിട്ടുണ്ട്. എൻ്റെ കർത്താവേ, എന്തായി കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയത്തില്ല, തമ്പുരാന് മാത്രം അറിയാമെന്നൊക്കെ പറയല്ലേ, അത് തന്നെ. പക്ഷെ നമ്മുടെ കണ്ണിൽ കിണ്ടതും കൈ കിട്ടിയതും ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതാ സൈഡിൽ കൂടി ഒരു വലിയ ലിമോസിൻ പോകുന്നു. എന്നാൽ അതും കൂടി ഒന്ന് പിടിച്ചേക്കാമെന്ന് വെച്ചു. ഇപ്പോൾ UK പറയും ഇതെന്ത്. പക്ഷെ കാണാത്തവർ കണ്ടോട്ടെന്നേ. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ. നമുക്ക് ചെയ്തമില്ലാത്തൊരു ഉപകാരമില്ലേ. അങ്ങനെ പോകുമ്പോഴത്തേക്കും ഇതാണ്ട് മുമ്പിലുള്ളൊരു വണ്ടിയുടെ ഒരു കുഞ്ഞു തവളക്കുഞ്ഞിനെ കെട്ടി വെച്ചിരിക്കുന്ന പോലെ ഒരെണ്ണം കെട്ടി വെച്ചിരിക്കുന്നു. അതൊരു കുഞ്ഞു വണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനെ ഒന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ വണ്ടികളിങ്ങനെ ചീറി പായുന്നതുകൊണ്ട് നമുക്കൊന്നും പറ്റിയില്ല. കാണാൻ പറ്റുന്നുണ്ട് ബ്രൗൺ കളറിൽ, പക്ഷെ അതല്ല, അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നല്ലപോലെ കാണണ്ടേ. കിട്ടി നോക്കിക്കേ, നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി ദൈവകൃപയാൽ. അവരങ്ങനെ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നും പേടിക്കണ്ട, ഒരു യൂണിയനെയും പേടിക്കണ്ട, ധൈര്യമായിട്ട് അൺലോഡ് ചെയ്തോളാം എന്നുള്ള മട്ടിലാണ് ഞാൻ നിന്ന് വീഡിയോ പിടിക്കുന്നത്. അങ്ങനെ തകൃതിയായിട്ട് അൺലോഡിങ്ങൊക്കെ നടക്കുകയാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പം തന്നെ മനസ്സിലായി. കണ്ടോ, ഫോണിലെല്ലാം വരുമല്ലോ 1 hour ലേറ്റാണ് ഫ്ലൈറ്റ്. അങ്ങനെ അവരതൊക്കെ കൊണ്ട് അവിടെ ചെന്നു. അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് കയറാമെന്ന് വെച്ചു. പോകുന്നത് എയർ ഇന്ത്യക്കാണ്. നമ്മൾ നന്നായിട്ട് റീചാർജൊക്കെ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞങ്ങൾ അവിടെ വരുന്ന ഒരു കോഫിയൊക്കെ കുടിച്ച് ഫ്രഷായിട്ട് കയറാമെന്ന് തന്നെ വെച്ചു. അപ്പോൾ ഞങ്ങൾ ഡിപ്പാർച്ചറിലേക്ക് ഓടി കയറിയില്ല. കാരണം ഇച്ചിരി സമയമൊക്കെ കഴിഞ്ഞ് പോകുന്നതാണല്ലോ നല്ലത്. അപ്പോൾ അതാ ചാർജിങ് സോൺ ഉണ്ട്, എന്താ സൗകര്യം അല്ലേ. അവിടെ കയറി ഫോണും കൂടി ഒന്ന് ചാർജ് ചെയ്തേക്കാമെന്ന് വെച്ചു. നമ്മൾ മാത്രം ചാർജ് ആയാൽ പോരല്ലോ. പോകുന്നത് നമ്മൾ എയർ ഇന്ത്യക്കാണെന്ന് പിന്നെ മറന്നു പോകാതിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. എന്താ സൗകര്യം അല്ലേ. മുന്നോട്ട് പോകാമെന്ന് തന്നെ വെച്ചു. എൻ്റെ കർത്താവെ, എല്ലാം ഭംഗിയായിട്ട് കടന്നുപോയി. ലഗേജ് ബാക്കി കാര്യങ്ങളെല്ലാം അങ്ങനെ ഈ തിരക്കി അതിനകത്ത് കയറി പുറത്തെ സീനറിയൊക്കെ ഒന്ന് ക്യാച്ചപ്പ് ചെയ്യാണ്. പക്ഷേ അതുകൊണ്ടൊന്നും സമയം പോവുകയില്ലല്ലോ. ചാഞ്ചും ചെരിഞ്ഞും ഒക്കെ നോക്കി 1 മണിക്കൂറിന് 1 വർഷത്തെ ദൈർഘ്യമുണ്ട്. എന്നാലും വേണ്ടില്ല, നമ്മൾ പോകുന്നത് നമ്മുടെ സ്വീറ്റ് ഹോമിലേക്കാണല്ലോ എന്ന് ഓർക്കുമ്പോഴത്തെ സന്തോഷം ഇതെല്ലാ ക്ഷീണങ്ങളും മാറ്റും. പക്ഷെ വിശപ്പിനും ഉറക്കത്തിനും ഇതൊന്നും അറിയത്തില്ലല്ലോ എന്നേ. അതുകൊണ്ട് അവറ്റകൾ നമ്മളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. അനൗൺസ്മെൻറ്റുകളൊന്നും വരുന്നില്ല. ആകാംക്ഷയൊന്നും വിട്ടില്ല. എല്ലാതും ജീവിതമേ പ്രതീക്ഷയാണല്ലോ. അപ്പോൾ ഇതാണ്ട് നമ്മുടെ വിട്ടുപിടിക്കനായ ഒരാളിങ്ങി വന്ന് സേഫ്റ്റി മെഷീൻസുമായിട്ട് അത് കണ്ടപ്പോഴത്തേക്ക് ഒരു ആശ്വാസമൊന്നും പറയണ്ട കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അതങ്ങോട്ട് ടേക്ക് ഓഫായി. പിന്നെ ഒട്ടും താമസത്തില്ല, ക്രഞ്ചി കോഡുമായിട്ട് നമ്മുടെ ചേച്ചിമാരെത്തി. അതുകൊണ്ട് വല്ലതും ആവും. ആക്രാന്തവും പരവേശവും കാരണം രാജ്യാനുണ്ടല്ലോ. ഒരു ഓറഞ്ച് ജ്യൂസും ഒരു വൈനും മേടിച്ചു. 4 വിശപ്പ് തീരാൻ പോകുന്നുണ്ടോ. ഒക്കെ നേരെ എത്രയായി നമ്മൾ ഇങ്ങനെ പഞ്ഞം തുടങ്ങിയിട്ട്. എന്തായാലും കിട്ടിയതാവട്ടെ, സന്തോഷമായിട്ട് അതും വാങ്ങി ഭക്ഷിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മെയിൻ കോഴ്സിന് വേണ്ടി കാത്തിരുന്നു. നോക്കണേ, എയർ ഇന്ത്യക്ക് നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് എന്താ കൺസേൺ എന്ന്. അന്നത്തെ ദിവസം നോൺ വെജ് എന്ന് പറയുന്ന സാധനം ഇങ്ങോട്ട് വന്നിട്ടില്ല. ബിസിനസ് ക്ലാസ്സിലുണ്ടോ എന്നറിയത്തില്ല കേട്ടോ. ഉച്ചയ്ക്ക് എന്താ പൊന്നിരിക്കുന്നിടത്ത് കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊന്നും നമുക്ക് നോക്കണ്ട, നമുക്ക് കിട്ടിയത് നിന്നേച്ച് മര്യാദയ്ക്കിരിക്കാം. അതൊക്കെ കഴിഞ്ഞ് ഒരു തരത്തിൽ ഉറങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ് എണീറ്റ് നേരം വെളുക്കാറായപ്പോഴത്തേക്കും ഇതാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വന്നു. മുട്ടച്ചേട്ടനുണ്ട്, മുട്ട കഴിച്ച് ആരോഗ്യം വെക്കാം എങ്ങനെയെങ്കിലും ഒക്കെ ഇച്ചിരി അകത്താക്കി. അപ്പോൾ നോക്കുമ്പോൾ ഇതാണ്ട് മേഘത്തെയൊക്കെ കീറി താഴോട്ട് ഇറങ്ങിയാണ് പച്ചപ്പ് കാണാൻ തുടങ്ങി. ഇറങ്ങി ഓടിക്കും.